ഹായ് പ്രിയമുള്ളവരെ, നമ്മൾ മലയാളികൾ ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ ബഹുദൂരം മുമ്പിലാണ് ഓരോ കാര്യത്തിലും. അത് ആരോഗ്യ വിഷയമാവട്ടെ, നമ്മുടെ വിദ്യാഭ്യാസമാവട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളാവട്ടെ, ഇതിൽ നമ്മളൊക്കെ അഭിമാനം കൊള്ളുന്നുമുണ്ട്. എന്നാൽ ഇന്ന് ആരോഗ്യ മേഖലയിലേക്ക് നമ്മൾ ഒന്നുകൂടി നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള സംസ്ഥാനം നമ്മുടേതാണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന സംസ്ഥാനവും നമ്മളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് 4-ൽ ഒരാൾ പ്രമേഹ രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലീ രോഗങ്ങളിൽ തകർന്നിരിക്കുന്ന നമ്മുടെ ആരോഗ്യ വ്യവസ്ഥ, എവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് വളരെ നേരത്തെ തന്നെ രോഗങ്ങളെ തിരിച്ചറിയാനും അതിനെ ചികിത്സിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന ആളുകളും കിടപ്പ് രോഗികളും നമ്മുടെ സംസ്ഥാനത്ത് കൂടിക്കൂടി വരുന്നു? അവയവ മാറ്റ ശസ്ത്രക്രിയകൾ കൂടി വരുന്നു. എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത്? ഇന്ന് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളും ജീവിതശൈലി രോഗികളുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അത് പ്രഷറാവട്ടെ, കൊളസ്ട്രോൾ ആവട്ടെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ് പുതിയ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നുണ്ട്. അതായത് കരൾ രോഗ ക്ലിനിക്കുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തലാണ് പരിഹാരമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് രോഗങ്ങൾ മാറാൻ തുടങ്ങും. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്.